ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ, ഇന്നത്തെ ഡിവൈൻ ഗൈഡൻസ് എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് മദർ ഓഫ് വാൻസിന്റെ എനർജിയാണ്. മദർ ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തിൽ അമിതമായിട്ട് ശ്രദ്ധ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അത് മറ്റുള്ളവർക്ക് വേണ്ടി തന്നെയും കുറേ കാര്യങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണുന്നത്. അതായത് നിങ്ങളുടേതായ ഈ ഒരു എനർജി എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിവുണ്ട്. ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ വരാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. മറ്റുള്ളവർക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു, അതാണ് ഇവിടെ കാണുന്നത്. അത് ആ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സ്വന്തം ഇഷ്ടത്തെ പോലും അവഗണിച്ചുകൊണ്ടായിരിക്കും. മറ്റുള്ളവരുടെ ആഗ്രഹത്തിനനുസരിച്ച് നിങ്ങൾക്ക് പെരുമാറാൻ സാധിക്കും, അവരുടെ മുൻപന്തിയിൽ നിൽക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. അങ്ങനെ ഒരു നേതൃത്വ സ്ഥാനത്തേക്ക് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ ഡോട്ടർ ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ്. പെൻഡക്കിൾ എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, സാമ്പത്തികത്തിന്റെ എനർജി. സാമ്പത്തികം തന്നെയല്ല, നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ഐശ്വര്യം വരുന്നതായിട്ടും കാണുന്നുണ്ട്. ഇവിടെ ആരെങ്കിലുമൊക്കെ സാമ്പത്തികം നോക്കിയിരിക്കുന്നവരുണ്ടാകാം, ചിലപ്പോൾ ജോബ് നോക്കിയിരിക്കുന്നവരുണ്ടാകാം, കിട്ടാനുള്ള പൈസയ്ക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവരുണ്ടാകാം. അവർക്കൊക്കെ ഒരു ആശ്വാസം അല്ലെങ്കിൽ ഒരു സന്തോഷം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു എനർജി എന്ന് പറയുന്നുടനെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ കുറച്ചൊക്കെ ആകാംക്ഷയോടുകൂടി ചില കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം. അത് നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളിപ്പോൾ ബുദ്ധിമുട്ടുന്നുണ്ട് എങ്കിൽ, ബുദ്ധിമുട്ടുന്ന ഒരു അവസരമാണെങ്കിൽ നിങ്ങൾക്ക് അത് വന്നു ചേരുന്നതായിട്ടാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ ടെൻ ഓഫ് വാൻസിന്റെ എനർജിയാണ്. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഭാരമേറിയ ചില കാര്യങ്ങൾ ഉണ്ടാവും. നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലും അപ്പുറത്തായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ ചെയ്തു തീർക്കാൻ ഉണ്ട്, ആഗ്രഹിക്കുന്നതൊട്ട് സാധിക്കുന്നുമില്ല. അങ്ങനെ നിങ്ങളൊരു ഭാരം ചുമക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഭാരം ചുമക്കൽ, അതായത് ജീവിതം അങ്ങ് ഇരുളിലാണ്ട പോലെ, ഒരു പ്രകാശവും വരുന്നില്ല, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷകൾ സഫലമാകുന്നില്ല, ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്, അവിടെയെല്ലാം നിരാശയാണ് വരുന്നത്. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിനെ തീർക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്തൊക്കെ ബാധ്യതകൾ നിങ്ങളുടെ ചുമലിലുണ്ട്, ഇതിനെ അങ്ങ് തീർത്ത് വെക്കണമെന്ന് നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പക്ഷെ ഇതിനെയെല്ലാം നിങ്ങൾ തീർത്ത് വെച്ചിട്ട് നല്ലൊരു ലൈഫിലേക്ക് മുന്നോട്ട് പോകും. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു തുടക്കം വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ളത് കാണുന്നുണ്ട്. പരിഹരിക്കപ്പെടാൻ പറ്റാത്തതായിട്ട് ഒരു കാര്യവുമില്ല, മനസ്സിലായി? അങ്ങനെ വിചാരിക്കണം, നിങ്ങളെ കൊണ്ട് പ്രയത്നിച്ച് അത് സാധ്യമാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ആ ഒരു ബോധം കൊടുക്കണം. കാരണം ഇവിടെ ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ല, നമ്മൾ പറഞ്ഞതേ ഉള്ളൂ പരിഹരിക്കാൻ പറ്റാത്തതായിട്ട് ഒരു കാര്യവുമില്ല. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം വരുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ ഇവിടെ വിചാരിക്കുന്ന കാര്യത്തിൽ പോസിറ്റീവായിട്ട് നിങ്ങൾക്കൊരു റിസൾട്ട് വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഈ ഒരു ഭാരം തീർക്കണം. ചിലപ്പോൾ കോടതി വഴി എന്തെങ്കിലും കേസുകൾ ഉണ്ടാവും, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അവിടെ എനിക്ക് ഇത് തീർത്തിട്ടേ ഒരു സമാധാനമുള്ളൂ എന്ന്. എനിക്കിവിടെ ഒരു ജസ്റ്റിസ് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാർഡ് കണ്ടില്ലേ, ഇവിടെ വളരെയധികം സന്തോഷകരമായിട്ടുള്ള എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് പോകാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് കാണുന്നത്. ഈ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഇത് ദൈവികമായ ഒരു നീതി നിങ്ങളിൽ നടപ്പാക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ ഏത് കാര്യത്തിനാണോ നിങ്ങളിപ്പോൾ അമിതമായിട്ട് നിങ്ങൾ എഫേർട്ട് എടുത്ത് കാത്തിരിക്കുന്നത്,
എനിക്കത് വേണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി, അല്ലെങ്കിൽ എനിക്ക് ഇന്നടത്തുനിന്ന് ജയിക്കണം, മറ്റുള്ളവർ തോൽപ്പിച്ച ഒരു ജീവിതം, അവിടെ നിന്ന് നമുക്ക് കരകയറി വരണം എന്നൊക്കെ നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്കിവിടെ സാധിക്കുമെന്നുള്ളതാണ് കാണുന്നത്. ഒരു ദൈവാനുഗ്രഹമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. ഇവിടെ ഡബിൾ എനർജി വന്നിട്ടുണ്ട്. ചെയ്യാൻ പറ്റാത്തത്, അതായത് നിങ്ങളെ ആവശ്യമില്ലാത്തത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ചില കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് നമുക്ക് ചുറ്റും എല്ലായ്പ്പോഴും കാണും. ഒരു പോസിറ്റീവ് ഉണ്ടോ ഒരു നെഗറ്റീവ് എനർജിയും അവിടെ ഉണ്ടാവും. അല്ല, പോസിറ്റീവ് ഉള്ളിടത്ത് നെഗറ്റീവ് എനർജി ഉണ്ടാവും, ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു നെഗറ്റീവ് എനർജി നമ്മൾ അടിമപ്പെടാതിരിക്കുകയാണ് നല്ലത്. അതാണ് നമ്മൾ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കേണ്ടത്. നെഗറ്റീവ് എനർജി നമ്മളോടൊപ്പം വരുമ്പോൾ നമ്മൾ അത് കണ്ട് മനസ്സിലാക്കി പിന്മാറി പോവുകയാണ് വേണ്ടത്. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു നമ്മളെ വശീകരിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ കുറെ വാക്കുകൾ കൊണ്ട് വളരെ നല്ല വാക്കുകൾ പ്രയോഗിച്ചിട്ട് നമ്മളെ അവരുടെ വശത്താക്കാൻ ശ്രമിച്ചു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ അതിലൊന്നും വഴിപ്പെടാൻ പോകരുത്. അത് നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ്. ചിലപ്പോൾ ആരെങ്കിലും സാമ്പത്തികം കടം ചോദിക്കാൻ വരാം. അപ്പോഴൊക്കെ നിങ്ങൾ എന്താണ്, അവരുടെ കരച്ചിൽ കണ്ടിട്ട് ചിലപ്പോൾ എടുത്തു കൊടുക്കും. തന്നെ ഇല്ല, കയ്യിലില്ല എങ്കിൽ മറ്റുള്ളവരോട് മേടിച്ചു കൊടുക്കാൻ പോലും തയ്യാറാവും. അവിടെ എന്താണ് പിന്നീട് ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവരുടെ കർമ്മ തീർന്നു, നിങ്ങളുടെ കർമ്മ അവിടെ തുടങ്ങുകയാണ്. അവർ തരില്ല. പിന്നെ അവർ തരാൻ വേണ്ടിയല്ല ഒരു വന്ന് ചോദിച്ചതും വാങ്ങിച്ചതും ഒന്നും. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അവർ തരുന്നത്? അവരൊരു മാർഗം കണ്ടിട്ടല്ല നമ്മളോട് വന്ന് ചോദിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള ആപത്തുകളിൽ ചെന്ന് പെടാതിരിക്കണം. ഒരുപാട് പേര് അങ്ങനെയുള്ള ആപത്തിൽ ചെന്ന് വിടുന്നുണ്ട്. പക്ഷെ അത് ഇനിയെങ്കിലും നിങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ബുദ്ധിപൂർവ്വം പെരുമാറുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ചെയ്യരുതാത്തതായ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനൊരു പ്രേരണയുണ്ടാവും. പക്ഷെ അത് വേണ്ട. വളരെയധികം ബുദ്ധിപൂർവ്വം ഇന്ന് ആലോചിച്ച് പെരുമാറേണ്ടതാണ്. ചിലപ്പോൾ ചില വാക്കുകളൊക്കെ, നമ്മളുടെ വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ആയുധമാണ് വാക്കെന്ന് പറയുന്നത്. അതിനെ നമ്മൾ ആവശ്യമില്ലാതെ അങ്ങ് പ്രയോഗിച്ചു കഴിഞ്ഞാലോ മറ്റുള്ളവരുടെ ഹൃദയത്തെ മുറിപ്പെടുത്തും. അത് പിന്നീട് അതിനെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുകയുമില്ല. അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ച് നമ്മൾ ശ്രദ്ധിച്ച് സംസാരിക്കേണ്ടതും അത്യാവശ്യമാണെന്നാണ് കാണുന്നത് ഇന്നത്തെ ദിവസം. ഇവിടെ ഹെർമിറ്റ് ആണ് വന്നിരിക്കുന്നത്. ആരെങ്കിലും ഒക്കെ ഇപ്പോൾ സൈലന്റ് മൂഡിലായിരിക്കണം. അപ്പൊ ഈ ഒരു സൈലന്റ് മൂഡ് എന്ന് പറയുന്നത് എന്താണ്, ചിലപ്പോൾ ആത്മീയതയിലേക്ക് പോവുകയായിരിക്കാം. ഉള്ളിലെ പ്രകാശം കാണാനുള്ള ആ ഒരു എനർജിയാണ് ഇവിടെ. തീർച്ചയായിട്ടും കണ്ടില്ല, കയ്യിൽ ഇവിടെ റാന്തൽ വിളക്കാണ്, വിളക്ക് കത്തുന്നുണ്ട്. ഈ ഒരു വിളക്കിന്റെ പ്രകാശത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഉള്ളിലെ വെളിച്ചം കാണാനുള്ള, അല്ലെങ്കിൽ ആ വെളിച്ചത്തെ വർദ്ധിപ്പിച്ചെടുക്കാനുള്ള മാർഗമാണ് പലരും ശ്രമിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു ശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മുന്നോട്ട് ആത്മീയ യാത്രയിലേക്ക് പോകുന്നു എന്നുള്ളത് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നവരുടെ എനർജിയാണ് ഇവിടെ ഒരുപാട് പേർ ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഒരുപാട് പേർ ആത്മീയതയിലേക്ക് കടക്കുന്നുണ്ടാവാം. മറ്റു ഭൗതിക സുഖങ്ങളെയൊക്കെ ഒന്നും വേണ്ടെന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ കുറച്ചങ്ങോട്ട് മാറ്റി വെക്കാം. സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നു എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളതെല്ലാം ഉപേക്ഷിക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെയും ആകാം. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ആവശ്യമുള്ളത് മാത്രം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ല, തല കുറച്ചിങ്ങ് വെളിയിലോട്ട് ഇടുകയാണ്. എന്തെങ്കിലും ഒരു ശബ്ദം കേൾക്കുമ്പോൾ ആവശ്യമില്ല, എനിക്കത് ആവശ്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തല ഉള്ളിലേക്ക് വലിക്കും. അതാണ് ഇവിടെ നമുക്ക് ഈ ഒരു ആമയെ കൊടുത്തിരിക്കുന്നത്. അതാണ് നമ്മൾ പറയുന്നത്. എന്താണ്, സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കുമ്പോൾ ആവശ്യമുള്ളത് മാത്രം സ്വീകരിക്കുക, ആവശ്യമില്ലാത്തതിന് വേണ്ടെന്ന് വയ്ക്കുക. അതാണ് മനസമാധാനം തരുന്നത്. ഒരു കംഫർട്ട് സോണിൽ ഇരിക്കുകയാണ്. മനസ്സിലായി? പലപ്പോഴും ഇത് അല്ലാതെയുള്ള ചില കാര്യങ്ങളിൽ ഈ ഒരു കംഫർട്ട് സോൺ വിട്ട് പുറത്തേക്ക് വരുന്നതും വളരെ നന്നായിരിക്കും. മനസ്സിലായി? അത് ചില കാര്യങ്ങളോടുള്ള പേടി നിമിത്തം ഇരിക്കുന്നവരും ഉണ്ടാവാമല്ലോ. അതുകൊണ്ട് അത് ചിലപ്പോഴൊക്കെ ദോഷമാകാം. ഇവിടെ ഈ ഒരു ഹെർമിറ്റിന് ഇത് വളരെ നല്ലതാണെന്നാണ് കാണുന്നത്. ഈ ഒരു എനർജിയിൽ ഇവിടെ ഇത് വളരെ നല്ലതാണ്. ആവശ്യമുള്ളത് മാത്രം കേൾക്കുക, സംസാരിക്കുക, പറയുക, ആവശ്യമുള്ളതിൽ മാത്രം ശ്രദ്ധിക്കുക. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം ഉൾവിളിയിലൂടെ ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കും.
അതാണ് ഇവിടെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഹെറോഫന്റ് എനർജിയാണ്. ഇവിടെ പ്രപഞ്ച സത്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ്. പ്രപഞ്ച സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നിഗൂഢതയിലാണ് പ്രപഞ്ചത്തിന്റെ സത്യം എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടെ നമുക്കങ്ങ് മനസ്സിലാക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റുമോ? പറ്റില്ല. എന്നാൽ ഏകദേശം ചില കാര്യങ്ങളൊക്കെയും മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടാകണം. അവിടെ ഇവിടെ അങ്ങനെ വരുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇത്. കാരണം താക്കോൽ സൂക്ഷിപ്പുകാരനാണ്, പ്രകൃതിയുടെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ താക്കോൽ സൂക്ഷിപ്പുകാരനാണെന്നാണ് ഇവിടെ പറയുന്നത്. ഹെറോഫന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ക്ഷേത്രത്തിലെ പുരോഹിതനെ, ക്ഷേത്രത്തിലെ തിരുമേനി, അല്ലെങ്കിൽ മറ്റ് മതപരമായ ആചാരങ്ങളെയൊക്കെ മുറുകെ പിടിച്ച് സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. അവിടെയാണ് കൂടുതലായിട്ട് സ്പിരിച്വാലിറ്റി കൊണ്ടുവരുന്നത്. പ്രപഞ്ച സത്യങ്ങളുടെ അറിവാണ് അവിടെ നിറഞ്ഞു നിൽക്കുന്നത്. ഇവർക്ക് മറ്റുള്ളവർ, നിങ്ങൾക്ക്, അതായത് നിങ്ങളുടെ എനർജിയാണ്, നിങ്ങൾക്ക് മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാൻ, പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് മുന്നോട്ട് നയിക്കാനുള്ള ഒരു സാമർഥ്യം, ഒരു കഴിവുണ്ടാവുന്നു. അതാണ് മനസ്സിലായ. പല കാര്യങ്ങളും ചിലപ്പോൾ പള്ളിയിലെ ഒക്കെ ജോലി ചെയ്യുന്ന ആരെങ്കിലും ആകാം, പള്ളിയിൽ അച്ഛനാവാം, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും മത പുരോഹിതനാവാം, ഏതെങ്കിലും കാര്യത്തിൽ ഒരുപാട് വർക്ക് ചെയ്യുന്ന വ്യക്തിയാവാം. അവിടെ ആൾക്കാരെ നല്ലതുപോലെ ഗൈഡൻസ് കൊടുത്ത് മുന്നോട്ട് നയിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എനർജി ഉണ്ടായിരിക്കണം. ഇതിലൂടെ മനസ്സിന് സമാധാനം ലഭിക്കും എന്നാണ് കാണുന്നത്. മനസ്സിന്റെ സമാധാനത്തിന്, ശാന്തി ഒക്കെ അനുഭവിക്കണമെങ്കിൽ എന്താണ്? ചില നല്ല കാര്യങ്ങളിലേക്ക് മുന്നോട്ട് കിടക്കണം. അതാണ് ഇവിടെ ഈ ഒരു ഹെർമിറ്റ് ചെയ്യുന്നത്. ആവശ്യമില്ലാത്തതിനെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യമുള്ളിടത്ത് മാത്രമേ അത് കേൾക്കുന്നുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും അങ്ങനെയാണ്. ആവശ്യമുള്ളത് സ്വീകരിക്കുക, ഇല്ലാത്തതിനെ വിട്ടേക്കുക. മറ്റുള്ളവരെ നല്ല വഴിക്ക് നയിക്കുന്ന എനർജിയാണ് ഇവിടെ നിങ്ങൾക്കുള്ളത്. നിങ്ങളിൽ പലർക്കും ഇത്തരത്തിലുള്ള എനർജി ഉണ്ട് എന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ അത്തരം ഒരു വഴിയിലൂടെ വരാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ വന്നിരിക്കുന്ന വീൽ ഓഫ് ഫോർച്യൂൺ ആണ്, കണ്ടില്ലേ? ആരുടെയെങ്കിലും ഒക്കെ ഇപ്പോൾ കർമ്മ അനുഭവിക്കുന്ന സമയമാണെങ്കിൽ, ആരെങ്കിലും കർമ്മ അനുഭവിക്കുന്ന സമയമാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് മുന്നോട്ട് വരുന്നുണ്ട്. അവിടെ നിങ്ങൾക്കതിനെ കുറച്ചൊന്ന് ബ്രേക്ക് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇനി ഒരു നല്ല സമയത്തിലേക്കാണ് നിങ്ങൾ വരാൻ പോകുന്നത്. ഇവിടെ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാഗ്യത്തിന്റെ സമയമാണ്. ഭാഗ്യത്തിന്റെ വീല് കറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റിസ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. കാരണം ഇവിടെയും അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു കാര്യത്തിലൊക്കെ ഈ ഒരു നെഗറ്റീവ് എനർജിയിൽ കുടുങ്ങിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ മുന്നോട്ട് ആത്മീയതയിലൂടെ മുന്നോട്ട് നിങ്ങൾ വരുന്ന വ്യക്തികളുമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ കർമ്മ കുറച്ചൊക്കെ ഒന്ന് റിലീസ് ആവാൻ തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു ഭാഗ്യസമയം അടുത്തു വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കാനുള്ള സമയമാണ്. ഇനി നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് നല്ല സമയമാണ് വരുന്നത്. ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അത് നിങ്ങൾ വിചാരിക്കുന്ന സാമ്പത്തിക കാര്യമായാലും മറ്റെന്ത് കാര്യമായാലും അതിനിവിടെ നിങ്ങൾക്കൊരു പ്രോഗ്രസ് വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. കുറെ കാലം കൊണ്ട് ജോലി നോക്കിയിരിക്കുന്നവർക്ക്, അതിനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒക്കെയും സമയം നല്ലതാവുന്നുണ്ട്. ഇന്നത്തെ ദിവസം കുറേയൊക്കെ ഒരു പരിവർത്തനം വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. ഇവിടെ 2 ഓഫ് വാൻസിന്റെ എനർജിയാണ്. നിങ്ങൾ എന്താണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്? എന്തിനോ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പ്രധാന കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണുന്നത്. അപ്പൊ ഈ വെയിറ്റ് ചെയ്യുന്ന കാര്യം എന്താണ്? നിങ്ങൾക്ക് അത്യാവശ്യമാണ്, ഇത് വന്നു ചേർന്നേ മതിയാവും. ഇത് ചിലപ്പോൾ നിങ്ങളുടെ ജോലിക്കാര്യങ്ങളാവാം, ചിലപ്പോൾ ഒരു പ്രൊമോഷനൊക്കെ വരാനുള്ള സമയമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആകാംക്ഷയോടുകൂടി അവിടെ നോക്കി നിൽക്കുന്നു എന്നുള്ളതാവാം. ഇനി അതല്ല, നിങ്ങൾ ഒരു വ്യക്തിക്ക് വേണ്ടി, ഒരു സാഹചര്യത്തിന് വേണ്ടി നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വന്നു ചേരാൻ സമയമായിരിക്കുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സന്ദർഭമാകാം, ആരുടെയെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കോൾ വരാനോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരാനോ ആകാം. അത് ഏതെങ്കിലും ജോലിക്കാര്യത്തിനാവാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാവാം, ഒരു ബന്ധത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനാവാം. ഇനി അതുമല്ല, വെറുതെ എന്തെങ്കിലും തരത്തിൽ ചിലപ്പോൾ നോ കോണ്ടാക്റ്റിലായിട്ടിരിക്കുന്നവർക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്യാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാവുന്നു എന്ന് കാണുന്നുണ്ട്. ഇത് വളരെയധികം ആവേശത്തോടുകൂടി ഇവിടെ ഒരു വെയിറ്റിംഗ് ആണ് എന്ന് കാണുന്നുണ്ട്. ഇവിടെ 4 ഓഫ് വാൻസിന്റെ എനർജിയാണ്, കണ്ടില്ലേ? ഇവിടെ ചിലപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ വിവാഹത്തിനുള്ള തയ്യാറെടുപ്പായിരിക്കണം, വിവാഹം നടക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ? ഇവിടെ വളരെയധികം സ്റ്റെബിലിറ്റിയാണ് തരുന്ന ജീവിതത്തിന്.
ജീവിതത്തിന് വളരെയധികം സ്റ്റെബിലിറ്റി തരുന്ന എനർജിയാണ് 4 ഓഫ് വാൺസിന്റെ എനർജി. കാരണം ഇവിടെ സ്റ്റെബിലിറ്റി, മനസ്സിലായി. ഈ എനർജി എന്ന് പറയുന്നത് വിവാഹത്തിലേക്ക് പോകാം, അഥവാ വീട് വാങ്ങിക്കുക, അഥവാ കുട്ടികളോടൊത്ത് സന്തോഷകരമായ ജീവിതം നയിക്കാം. ഇവിടെ ജസ്റ്റിസ് വന്നതിന് ശേഷം തന്നെ ഇവിടെ വന്നിരിക്കുന്ന വളരെ നല്ല എനർജിയാണ്. കാരണം വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്, ഇവിടെ കണ്ടില്ലേ, ഇവിടെ 4 ഓഫ് വാൺസിന്റെ എനർജി. വിവാഹം നടക്കാനായാലും പുതിയ വീട്, പുതിയ വാഹനം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു പുതിയ തുടക്കത്തിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങൾക്കൊരു പുതിയ തുടക്കം വരുന്നുണ്ട്, ജീവിതത്തിൻ്റെ ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. ഇവിടെ വളരെ സന്തോഷകരമായ എനർജിയാണ്. ഏസ് ഓഫ് പെന്റക്കിൾസ് കണ്ടില്ലേ, ഇവിടെ ഏസ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ എന്താണ്? സാമ്പത്തികത്തിന്റെ തുടക്കമാണ്. ഇത് നിങ്ങളിലേക്ക് വരുന്നുണ്ട്, നിങ്ങൾക്കുള്ളതാണിത്. ഈ സാമ്പത്തികം നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾക്ക് ഇന്ന് അതിൻ്റെതായ എനർജിയാണ് കൂടുതലായിട്ടും. ചിലപ്പോൾ പുതിയ ജോബ് ലഭിക്കാം, അതുമല്ല എങ്കിൽ സാമ്പത്തിക വരുമാനം മാർഗം നിങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കുന്നതാവാം, അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും വഴി തുറന്നു കിട്ടുന്നതാവാം, ലഭിക്കാനുള്ള സാമ്പത്തികം ലഭിക്കുന്നതാവാം. എന്തായാലും ശരി, സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം വന്നു ചേരും. ചെറിയ ലോട്ടറി കിട്ടാം, ചിലപ്പോൾ തരാനുള്ളവർ തന്നു പോകാം, തരാനുള്ള സാധ്യത, നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത, അല്ലെങ്കിൽ ശമ്പളമൊക്കെ ഇതുവരെയും കിട്ടാതിരുന്ന് നോക്കിയിരിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ ഇന്നത്തെ ദിവസം ലഭിക്കാം. എവിടെ നിന്നെങ്കിലും സാലറി അല്ലെങ്കിൽ ഏതെങ്കിലും പൈസ നിങ്ങൾക്ക് കിട്ടാനുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഇന്നത്തെ ദിവസം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് അതിൻ്റെ ഒരു തുടക്കം വരുന്നുണ്ട്. മാറ്റത്തിനുള്ള ആണ് ഡെത്താണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റം വരാൻ പോകുന്നുണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം വരുന്നുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങളിപ്പോൾ സ്റ്റക്കായിരിക്കുക. അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ടൊരു നല്ലൊരു ചേഞ്ചിലൂടെ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. 3 ഓഫ് വാൺസിന്റെ എനർജിയാണ്. 3 ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ എന്തോ കാര്യമായിട്ടുള്ള സന്തോഷം ലഭിക്കാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക്. നിങ്ങളിപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾക്കൊരു സന്തോഷം വരുന്നുണ്ട്. അത് നിങ്ങളുടെ ജീവിതവുമായിട്ട് കൂടുതൽ ബന്ധമുള്ള ഒരു കാര്യമാണ്. ചിലപ്പോൾ ജോലിയാവാം, ഒരു ജോബിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ആവാം. എന്തായാലും ശരി, ഈ ഒരു കാര്യം നിങ്ങൾക്കിവിടെ സാധ്യമാകുന്നു. അത് നിങ്ങളെ ജീവിതത്തിൽ ഒരുപാട് പ്രയോജനം ചെയ്യുന്നതാവാം എന്നാണ് ഇവിടെ കാണുന്നത്. സന്തോഷം തരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഈ ഒരു മാറ്റം ഇവിടെ സംഭവിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. നമുക്ക് ശനിയാഴ്ചയല്ലേ, നമുക്ക് ശിവഭഗവാന്റെ കാർഡ്സ് ഒന്ന് എടുക്കാം. ശിവഭഗവാന്റെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഫേസ് ദ ചലഞ്ചസ് എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫേസ് ദ ചലഞ്ചസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അതിനെ നമ്മൾ കാണാതെ പോകരുത്. ഏത് പ്രതിസന്ധിയെയോ ഏത് പ്രശ്നം വന്നാലും നമ്മൾ ധൈര്യപൂർവ്വം അതിനെ നേരിടണമെന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അല്ലാതെ അത് കണ്ടിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ, എനിക്കിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടുകയല്ല വേണ്ടത്. ധൈര്യപൂർവ്വം അതിനെ നേരിട്ട് വിജയിക്കുകയാണ് വേണ്ടത്. അതാണ് ഭഗവാൻ പറയുന്നത്. എടുക്കാം. റിലീസ് ആങ്സൈറ്റി, സ്റ്റേ കൂൾ. നിങ്ങൾക്ക് ഒരുപാട് ആങ്സൈറ്റി ഉണ്ടാകും, ആകാംക്ഷ, എന്താണ് വരാൻ പോകുന്നത്, എനിക്ക് നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഉറക്കം വരെ കളയുന്ന ആൾക്കാരുണ്ട്. മനസ്സിലായി? അല്ലെങ്കിൽ കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഓർത്തങ്ങ് വിഷമിക്കുക. നിങ്ങൾ നാളത്തേക്ക് വരാനുള്ളത് നാളെ നമുക്ക് കാണാം. ഇന്നത്തേടെ സന്തോഷമായി ഇരിക്കുക. മനസ്സിലായോ? പ്രസന്റ് മൊമെന്റിൽ സന്തോഷം അനുഭവിക്കുക. ഫ്യൂച്ചറിൽ എന്തും വന്നോട്ടെ, അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് നല്ല ചിന്തകൾ മനസ്സിലിട്ടാൽ മതി. മനസ്സിലായി? നല്ല ചിന്തകളെ കൊണ്ടിരുന്നാൽ മതിയാകും. പ്രത്യേകിച്ച് ആകാംക്ഷയുടെ യാതൊരു ആവശ്യമില്ല. ആകാംക്ഷയോ പേടിയോ ഒന്നും തന്നെ വേണ്ട എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. സ്റ്റേ കൂൾ, സ്കൂളായിട്ട് തന്നെ ഇരുന്നോളൂ, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. വളരെയധികം സമാധാനമായിട്ടും കൂളായിട്ടിരിക്കുക. മനസ്സിലായി? അല്ലാതെ നമ്മൾ നെഗറ്റീവ് ഒക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് സംഭവിക്കാൻ പോകുന്ന? നെഗറ്റീവ് തന്നെയായിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്തകളെ
കളയുക എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. കൂളായിട്ടിരിക്കുക, എല്ലായ്പ്പോഴും അവോയ്ഡ് കമ്പാരിസൺ. കണ്ടല്ലേ, അതായത് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിനെ അവോയ്ഡ് ചെയ്യണം. കാരണം നമുക്കുള്ളത് ദൈവം നമുക്ക് തന്നെ തരും. മറ്റൊരു വ്യക്തി അനുഭവിക്കുന്നത് അവർക്ക് ലഭിക്കുന്നതാവാം. അവരുടെ കർമ്മയുടെ ഫലം അവർക്ക് കിട്ടുന്നു, നമ്മുടെ കർമ്മയുടെ ഫലം നമുക്ക് കിട്ടുന്നു. അപ്പോൾ പിന്നെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് എന്ത് പ്രയോജനമാണുള്ളത്? അതുകൊണ്ട് ഒരിക്കലും ആരുമായിട്ടും കമ്പയർ ചെയ്യാൻ പോവരുത്, അതിനെ ഒഴിവാക്കൂ എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് വഴി മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.